എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ് കേട്ടോ. സദ്യകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകറി കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചേനയും കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൽ കടല വേവിക്കാൻ വെക്കാം. തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച കടല കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇനി വെന്ത് വന്ന കായും ചേനയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അതിലേക്ക് അത് ഒരു കുറച്ച് നേരം നമുക്ക് അതിലേക്ക് അതൊന്ന് മിക്സായി വരണ വരെ നമുക്കത് അവിടെ കുക്ക് ചെയ്യാൻ വെക്കാം. ഒന്ന് എല്ലാം കൂടി ഒന്ന് ചേരട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കുറച്ച് ഈ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം കേട്ടോ. നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ അരപ്പിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറണ വരെ നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇതിലേക്ക് അത്യാവശ്യം കൂടുതൽ എടുക്കണം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ്ട് ആ കൂട്ടിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വറുത്ത് വെച്ച തേങ്ങ ടേസ്റ്റ് ആട്ടോ ഇതിൽ കൂടുതൽ കൂട്ടുകറിയിൽ ടേസ്റ്റ് നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ട് ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ച അരപ്പ് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. കുറച്ച് നല്ല അധികം വെളിച്ചെണ്ണയും നല്ല തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുമ്പോഴാണ് കൂട്ടുകറിക്ക് ടേസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.